ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. തച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം, ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം മാഹാത്മ്യം 2-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചത്. ബാക്കി ഭാഗങ്ങൾ നോക്കാം. സൂത ഉവാച തത്ര ദ്വാവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി, തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. സൂതൻ പറഞ്ഞു, ആ യമുനാ തടത്തിൽ ഭക്തിയെയും വൃദ്ധരായ പുത്രന്മാരെയും ഇരുത്തിയിട്ട് നാരദമുനി അവിടെ നിന്നും പോയി. തീർത്ഥങ്ങൾ തോറും സഞ്ചരിച്ച് മുനീശ്വരന്മാരെ കണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളായ വൃദ്ധന്മാരെ ഉദ്ധരിക്കുന്നതിനുള്ള സൽക്കർമ്മം എന്താണ് എന്ന് ചോദിച്ചു. വൃത്താന്തശ്രൂയതേ സർവേ കിഞ്ചിൻ നിശ്ചിത്യനോച്യതേ, അസാധ്യം കേചന പ്രോജുർ ദുർനേയം ഇതി ചാപരേ, മൂകീഭൂതാസ്തധാന്യേതോ ക്രിയന്തസ്തു പലായിത. എന്നാൽ ആരും ശരിയാ സമാധാനം പറഞ്ഞില്ല. ചിലർ ഇത് അസാധ്യമായ കാര്യമാണെന്നും മറ്റു ചിലർ ഈ ഉപായം എന്തെന്നറിയാൻ പ്രയാസമാണെന്നും പറഞ്ഞു. നാരദമുനി പറഞ്ഞ വൃത്താന്തം എല്ലാവരും ശ്രദ്ധയോട് കേട്ടു. വേറെ ചിലർ മൂകന്മാരായി ഒന്നും മിണ്ടാതിരുന്നു. ചിലർ ഇതിന് നിവൃത്തിമാർഗമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോയി. ആഹാകാരോ മഹാനാസി ത്രൈലോക്യേ വിസ്മയാവഹ, വേദവേദാന്തഘോഷേശ്ച ഗീതാപാഠേർവിബോധിതം, ഭക്തിജ്ഞാന വിരാഗാണാം നോദതിഷ്ഠത്രികം യഥാ, ഉപായോ നാപരോസ്തീതി കർണേ കർണേ ജപഞ്ജനാഃ, യോഗിനാ നാരദേനാപി സ്വയം നാജ്ഞായതേ തു യത്, തത്കഥം ശക്യതേ വക്തും ചിദതേരിഹ മാനുഷൈഃ, ഏവം ഋഷിഗണേ പൃഷ്ടേ നിർണയോക്തം ദുരാസദം. വേദവേദാന്തഘോഷങ്ങൾ കൊണ്ടും ഗീതാപാഠങ്ങൾ കൊണ്ടും വിശേഷേണ ഉണർത്തിയിട്ടും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണർന്നില്ല എന്ന് കേട്ട് എല്ലാവർക്കും മഹാ ആശ്ചര്യമുണ്ടായി. ഇവയൊന്നുമല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് ജനങ്ങൾ എല്ലാവരും പരസ്പരം ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. യോഗിയായ നാരദന് പോലും അറിയാൻ കഴിയാത്ത ഉപായം എന്തെന്ന് സകലരും മന്ത്രിച്ചു. അവസാനം ദേവർഷിയായ നാരദർക്കും കൂടി അറിവില്ലാത്ത ഉപായം മനുഷ്യമുനിമാരായ ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിശ്ചയിച്ച് അവരെല്ലാവരും ഈ ഉപായം ഞങ്ങൾക്കറിയില്ല എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു. തതശ്ചിന്താതുരസ്സോദ ബദരീവനമാഗത, തപശ്ചരാമി ചാത്രേതി തദർത്ഥം കൃതനിശ്ചയ. അനന്തരം ചിന്താകുലനായ നാരദർ ബദരീവനത്തിൽ പ്രവേശിച്ചു. ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് തപസ് ചെയ്യും എന്ന് നിശ്ചയിച്ചു. താവദ്ധദർശ പുരദാസനഗാദീൻ മുനീശ്വരാൻ, കോടി സൂര്യ സമാഭാസാൻ ഉവാച മുനിസത്തമ. തപസ്സിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. എന്നാൽ തപസ് തുടങ്ങുന്നതിന് മുമ്പ് കോടി സൂര്യന്മാർക്കു തുല്യമായ പ്രഭയോടുകൂടിയ സനകാദി മുനീശ്വരന്മാർ നാരദന്റെ മുമ്പിൽ പ്രത്യക്ഷരായി. അവരെ കണ്ട് സന്തോഷിച്ച മുനിസത്തമനായ നാരദർ പറഞ്ഞു. നാരദോ വാച ഇദാനീം ഭൂരിഭാഗ്യേന ഭവൽഭീ സംഗമോ ഭവത്, കുമാര പ്രൂപതാം ശീഘ്രം കൃപാം കൃത്വാ മമോപരി, ഭവന്തോ യോഗിനഃ സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാഃ, പഞ്ചഹായന സംയുക്ത പൂർവേഷാമപി പൂർവജാഃ, സദാ വൈകുണ്ഠനിലയ ഹരികീർത്തന തൽപര, ലീലാമൃതരസോന്മത്ത കഥാമാത്രേക ജീവിന, ഹരി ശരണമേഹം ഹി നിത്യം യേഷാമുഖേ വചഃ, അത കാലസമാധിഷ്ഠ ജരായുഷ്മാന്ന ബാധതേ, യേഷാം രൂപംഗമാത്രേണ ദ്വാരപാലോ ഹരേ പുര, ഭൂമോ നിപതിതോ സദ്യോ യത്കൃപാധ പുരം ഗതോ, അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ, അനുഗ്രഹസ്തു കർത്തവ്യോ മൈദീനേ ദയാപരേഹി. നാരദർ പറഞ്ഞു, ഞാൻ വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മഹാഭാഗ്യം കൊണ്ടാണ് നിങ്ങളുമായി സംഗമം സിദ്ധിച്ചത്. ഹേ കുമാരന്മാരെ, എന്നോട് കാരുണ്യമുണ്ടായിട്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് ശീഘ്രം മറുപടി പറഞ്ഞു തരണം. നിങ്ങൾ 4 പേരും
യോഗിമാരും മഹാബുദ്ധിമാന്മാരും വളരെ കീർത്തി കേട്ടവരും 5 വയസ്സ് കടന്നിട്ടില്ലാത്തവരും എല്ലാ പൂർവികന്മാർക്കും പൂർവജരുമാണ്. നിങ്ങൾ സദാ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരും ഭഗവത് കീർത്തനത്തിൽ താല്പര്യമുള്ളവരും ഭഗവാന്റെ അവതാര ലീലാമൃത രസം അനുഭവിച്ച് ഉന്മത്തരുമാണ്. ഹരിയുടെ കഥകൾ കൊണ്ട് തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്നവരുമാണ്. നിങ്ങളുടെ മുഖത്തു നിന്ന് ഹരിനാമ സങ്കീർത്തനം മാത്രം കേൾക്കുന്നതിനാൽ മറ്റുള്ളവരിൽ കാലം വരുത്തുന്നതായ ജര നിങ്ങളെ ബാധിക്കുന്നില്ല. മരണമില്ലാത്ത നിങ്ങൾക്ക് വാർദ്ധക്യവും ഇല്ല എന്നർത്ഥം. നിങ്ങളുടെ മഹിമ വാക്കുകൾക്ക് അതീതമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പുരികക്കൊടികളുടെ ചലനമാത്രത്താൽ പണ്ട് ശ്രീഹരിയുടെ ദ്വാരപാലകരായിരുന്ന ജയവിജയന്മാർ ഭൂമിയിലേക്ക് പതിച്ചു. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വൈകുണ്ഠത്തിൽ എത്തിച്ചേരാനും സാധിച്ചു. മഹാന്മാരായ നിങ്ങളുടെ ദർശനം ഇപ്പോൾ ലഭിച്ചത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. ആലസ്യത്തിൽ കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനുള്ള കർത്തവ്യം എന്തെന്ന് അറിയാതെ ദീനരായിരിക്കുന്ന എന്നെ ദയാലുക്കളായി നിങ്ങൾ അനുഗ്രഹിക്കണം. സനകാദികൾ സദാ ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൽ തന്നെ വസിക്കുന്നവരാണ്. അവർക്ക് മറ്റൊന്നിലും താല്പര്യമില്ല. എന്നാൽ ഇപ്പോൾ ഭഗവത് മഹാത്മ്യം ഭാഗവതത്തിലൂടെ നാരദർക്ക് ഉപദേശിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അവിടേക്ക് വന്നത്. അശരീരഗിരോക്തം യത്തത്കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവ് പ്രഭുവന്തോ സവിസ്തരം ഭക്തിജ്ഞാന വിരാഗാണാം സുഖമുൽപദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നത. അശരീരി വാക്കിനാൽ കേട്ട സൽക്കർമ്മം എന്താണെന്നും അതിനെ എങ്ങനെ ആണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്നും നിങ്ങൾ വിസ്തരിച്ച് അരുളി ചെയ്യണം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവർക്ക് എങ്ങനെ സുഖം ലഭിക്കും? ബ്രാഹ്മണർ തുടങ്ങിയ എല്ലാ വർണ്ണങ്ങളിലും പ്രേമപൂർവം അവരെ ഉറപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ടത് എങ്ങനെയെന്നും നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണം. കുമാര ഊജുഹു മാ ചിന്താം ഗുരുദേവർഷേ ഹർഷം ജിത്തേ സമാവഹ ഉപായ സുഖസാദ്യോത്ര വർത്തതേ പൂർവയേവഹി. അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീ രോഗഭാസ്കര. കുമാരന്മാർ പറഞ്ഞു, ഹേ ദേവർഷേ, അങ്ങ് ചിന്ത വിടൂ, മനസ്സിൽ സന്തോഷത്തോടെ ഇരിക്കുക. അശരീരി വാക്കിൽ കേട്ട പ്രകാരം ഭക്തിജ്ഞാന വൈരാഗാദികൾക്ക് സുഖം ലഭിക്കാനുള്ള ഉപായം പണ്ട് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഹേ നാരദ, അങ്ങ് ധന്യനാണ്, വിരക്തന്മാരിൽ ശിരോമണിയാണ്, അതായത് ഏറ്റവും ഉന്നതനാണ് എന്ന് സാരം. ശ്രീകൃഷ്ണദാസന്മാരുടെ കൂട്ടത്തിൽ അങ്ങേക്ക് തന്നെയാണ് അഗ്രിമസ്ഥാനം. ഭക്തിയോഗത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനുമാണ് അങ്ങ്. ത്വയി ചിത്രം ന മന്തവ്യം ഭക്ത്യർത്ഥം അനുവർത്തിനി കടദേ കൃഷ്ണദാസസ്യ ഭക്തി സംസ്ഥാപന സദാ. ഋഷിബീബർഹവോ ലോകേ പന്താന പ്രകടീകൃതാഃ ശ്രമസാധ്യസ്യതേ സർവേ പ്രായഃ സ്വർഗബലപ്രദാഃ. ഭക്തിയെ ഉറപ്പിക്കാൻ അങ്ങ് പ്രയത്നം ചെയ്യുന്നത് ആശ്ചര്യകരമല്ല. കൃഷ്ണദാസനായ അവിടുന്ന് ഭക്തിയെ സ്ഥിരപ്പെടുത്താൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഉചിതമായ കർമ്മമാണ്. ഇതിനായി ഋഷീശ്വരന്മാർ ലോകത്തിൽ അനേകം മാർഗങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ വളരെ ക്ലേശം നിറഞ്ഞതായതുകൊണ്ട് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. സാധിച്ചാൽ പോലും മിക്കവാറും സ്വർഗഫലം മാത്രമേ നൽകുകയുള്ളൂ. വൈകുണ്ഠ സാധക പന്ഥാസതുഗോപ്യോ ഹി വർത്തതേ തസ്യോപദേഷ്ടാ പുരുഷ പ്രായോ ഭാഗ്യേന ലഭ്യതേ സൽക്കർമാതവ നിർദ്ദിഷ്ടം വ്യോമം അവാജതു യൽപുര തതുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്ത പ്രസന്നതീഹി. വൈകുണ്ഠത്തിൽ എത്തിച്ചേരാനുള്ള മാർഗമേതോ അത് അത്യന്തം രഹസ്യമായി തന്നെ ഇരിക്കുന്നു. അത് ഉപദേശിച്ചു തരുന്ന പുരുഷനെ ഭാഗ്യം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. മുമ്പ് അശരീരിയിൽ അങ്ങയോട് യാതൊരു സൽക്കർമ്മത്തെ നിർദ്ദേശിച്ചുവോ? അത് ഞങ്ങൾ പറഞ്ഞു തരാം. സ്ഥിരബുദ്ധിമാനായ അങ്ങ് സന്തുഷ്ടിയോടെ കേട്ടുകൊള്ളുക. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞാസ്തദാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച തേതു കർമ്മ വിസൂചകാഃ. ഋഷികൾ ഉപദേശിച്ചു തന്നതായ മാർഗങ്ങൾ ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായം, ജ്ഞാനയജ്ഞം തുടങ്ങിയവയാണ്. ഇവയെല്ലാം അനേകം കർമ്മവിധികളിൽ അധിഷ്ഠിതവുമാണ്. ദ്രവ്യയജ്ഞം നെയ്യ്, ചമത തുടങ്ങി നിരവധി വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ട് നടത്തുന്ന അഗ്നിഹോത്രാദി യാഗാദി കർമ്മങ്ങൾ. തപോയജ്ഞം പറയുമ്പോൾ വനത്തിൽ ചെന്ന് ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പലവിധ തപസ്സുകൾ. യോഗയജ്ഞം പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗയോഗമോ ക്രിയായോഗം തുടങ്ങിയവയോ പരിശീലിക്കൽ. ഇതിനും ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണം. ഇനി സ്വാധ്യായം, ജ്ഞാനയജ്ഞം. വേദങ്ങളും വേദാന്ത ഗ്രന്ഥങ്ങളും അഭ്യസിക്കുന്ന രീതിയിലുള്ള ജ്ഞാനയജ്ഞം.
ശാസ്ത്രജ്ഞാനം. ഇപ്പറഞ്ഞതിലെല്ലാം പലതരത്തിലുള്ള കർമ്മങ്ങളും അതിൻ്റെ ക്ലേശങ്ങളുമുണ്ട്. സത്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈഹി ശ്രീമദ്ഭാഗവതാലാഭ സതുഗീതാസുഖാദിഭിഹി. അതിൽ തന്നെ ആത്മവിചാരത്തിനുള്ള ജ്ഞാനയജ്ഞം സൽക്കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും ബുധന്മാരാൽ, അതായത് ജ്ഞാനികളാൽ തീർച്ചയായും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ശ്രീമദ് ഭാഗവത കഥാലാപനമാകട്ടെ സുഖാദികളാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്. ആത്മവിചാരത്തിലൂടെ ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിഞ്ഞ് അനുഭവിക്കാനുള്ളതാണ് ജ്ഞാനയജ്ഞം. അതിന് ജന്മാന്തര സുഹൃതം ചെയ്തവർക്കേ കഴിയുകയുള്ളൂവെന്ന് വിവേകികളായ ജ്ഞാനികൾ മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ജ്ഞാനയജ്ഞം ശ്രീമദ് ഭാഗവത കഥാകഥനമാണ് എന്ന് അർത്ഥം. അത് ശ്രീ സുഖാദികളാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്. സത്സംഗം കൊണ്ട് ഇത് ലഭിക്കുന്നു. ഭക്തിജ്ഞാന വിരാഗാണാം തൽഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. അതിൻ്റെ ഘോഷണം കൊണ്ട് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് മഹത്തായ ശക്തി ലഭിക്കും. രണ്ടുപേരുടെയും, അതായത് ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കഷ്ടം തീരും. ഭക്തിക്ക് പരമസുഖവും കിട്ടും. ഭാഗവത ശ്രവണം കൊണ്ട് ഭക്തി വർദ്ധിക്കും. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ശ്രമം കൂടാതെ വന്നു ചേരും എന്ന് അർത്ഥം. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവതധ്വനീഹി കലേ ദോഷായിമേ സർവേ സിംഹശബ്ദാത് മൃഗായിവ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശബ്ദം കൊണ്ട് പ്രളയമില്ലാതാകുന്നു. സിംഹഗർജനം കേൾക്കുമ്പോൾ ചെന്നായ്ക്കൾ ഓടിപ്പോകുന്നത് പോലെ ഭാഗവതത്തിൻ്റെ നാദം കേട്ട് കലിദോഷങ്ങളെല്ലാം നശിച്ചു പോകും എന്നത് നിശ്ചയം. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തിപ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തഥ ക്രീഡം കരിഷ്യതി. ഭാഗവത പാരായണം നടത്തിയാൽ പരമപ്രേമരസത്തെ അനുഭവിക്കുന്നതായ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോടൊപ്പം ജനം തോറും ഭവനങ്ങൾ തോറും സഞ്ചരിച്ച് ക്രീഡിച്ചുകൊണ്ടിരിക്കും. നാരദോ വാച വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠേ പ്രബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം നോദദുഷ്ടത്രികം യഥാ. നാരദർ പറഞ്ഞു, വേദങ്ങൾ, വേദാന്തമായ ഉപനിഷത്തുക്കൾ, ഗീതാതത്വങ്ങൾ എന്നിവ കൊണ്ട് പ്രബോധിപ്പിച്ചിട്ടും ഉണർത്തുവാൻ ശ്രമിച്ചിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ മൂന്നു പേരും വേണ്ട പോലെ ഉണർന്നില്ലല്ലോ. ശ്രീമദ് ഭാഗവതാലാഭ തൽക്കഥം ഭൂതമീക്ഷ്യതി തത്കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ശ്രീമദ് ഭാഗവത കഥകളിലാകട്ടെ ഓരോ കഥയിലും ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും വേദാർത്ഥത്തെ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീമദ് ഭാഗവത കഥാലാപനം കൊണ്ട് അവർ ഉണർന്ന് എഴുന്നേൽക്കും. ചിന്തന്തോ സംശയം ഹേനം ഭവന്തോ അമോഘദർശന വിളംബോ നാത്ര കർത്തവ്യ ശരണാഗത വത്സലാഹ. വേദങ്ങളെ തന്നെ ഉച്ചരിച്ചിട്ട് ഉണരാത്ത ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വേദാന്താർത്ഥത്തെ പ്രതിപാദിക്കുന്ന ഭാഗവത ശ്രവണത്താൽ എങ്ങനെ ഉണർത്തപ്പെടുമെന്നുള്ള സംശയം തീരുന്നില്ല. ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരും ശരണാഗത വത്സരന്മാരുമായ ഭവാന്മാർ എൻ്റെ സംശയ നിവൃത്തി വരുത്തിത്തരണം. കുമാര ഊജുഹു വേദോപനിഷദാം സാര ജാഥാ ഭാഗവതീ കഥ അത്യുത്തമാ തദോപാധി പൃഥഗ്ഭൂതഫലാകൃതി. കുമാരന്മാർ പറഞ്ഞു, ഭഗവത് സംബന്ധിയായ കഥയാണ് ഭാഗവതം. അത് വേദത്തിൽ നിന്ന് അന്യമല്ല, വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സത്തിൽ നിന്നുണ്ടായതാണ്. അതിനാൽ അത്യുത്തമമായിട്ട് പ്രകാശിക്കുന്നു. ഫലത്തിനും വ്യത്യസ്തതയുണ്ട്. വേദങ്ങളുടെയും ബൃഹദാരണ്യം തുടങ്ങിയ ഉപനിഷത്തുകളുടെയും സാരാംശം മുഴുവനായി ചേർന്നതാണ് ഭാഗവതം. അതുകൊണ്ട് മറ്റുള്ളവയിൽ നിന്ന് കിട്ടാത്ത ഫലം കിട്ടും എന്ന് അർത്ഥം. ആമൂലാഗ്രം രസസ്തിഷ്ടന്നാസ്തേന സ്വാദ്യതേയത സഭൂയസ പൃഥഗ്ഭൂത ഫലേ വിശ്വമനോഹര. വൃക്ഷത്തിൽ അടിമുതൽ മുടിവരെ രസം നിറഞ്ഞിരുന്നാലും അത് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ആ രസം ഫലത്തിൽ ചേർന്നിട്ട് അനുഭവം കൊണ്ട് ലോകരുടെ മനസ്സിനെ ഹരിക്കുന്നു. അതുപോലെ ഭാഗവതവും രസമാലയമാണ്. യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പിന്ന സ്വാദായോപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ഗവ്യം ദേവാനാം രസവർദ്ധനം. പാലിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യ് അതുപോലെ അനുഭവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പാലിൽ നിന്ന് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ദേവന്മാർക്ക് ദിവ്യരസം വർദ്ധിപ്പിക്കുന്ന അമൃതം തന്നെ. അതുപോലെയാണ് വേദവേദാന്തങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഭാഗവത രസവും. ഇക്ഷൂണാമവിമധ്യാന്തം ശർക്കര വ്യാപ്യതിഷ്ഠതി പൃഥഗ്ഭൂതാജസാമിഷ്ട തഥാ ഭഗവതീ കഥ. കരിമ്പൻതണ്ടിൽ ആമൂലാഗ്രം മധുരരസം വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ അത് ആട്ടിപ്പിഴിഞ്ഞെടുത്ത് കാച്ചി കുറുക്കി ശർക്കരയാക്കിയാലേ ആസ്വദിക്കാൻ കഴിയൂ. അതുപോലെ വേദവേദാന്താദികളിൽ വ്യാപിച്ചിരിക്കുന്ന രസത്തെ
വേർതിരിച്ചെടുത്തുണ്ടാക്കിയ ഭാഗവത കഥ വേദാന്താദികളെക്കാൾ ഉത്തമമാണ്. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. ഭാഗവതം എന്നു പേരുള്ളതായി പുരാണം ബ്രഹ്മസംഹിതമാണ്. അതായത് 4 വേദങ്ങൾക്ക് തുല്യം എന്നർത്ഥം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി വേദവ്യാസമുനി സർവ്വവേദങ്ങളുടെയും സാരം പിഴിഞ്ഞെടുത്ത് പുരാണ രൂപത്തിൽ നിർമ്മിച്ചതാണ് ഭാഗവത പുരാണം. വേദാന്ത വേദസുസ്നാദേ ഗീതായ അഭികർത്തരി പരിതാവവദിവ്യാസേ മുഹ്യത്യജ്ഞാനസാഗരേ തഥാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയ ശ്രവണ സദ്യോ നിർബാധോപാധരായണ തത്ര തേ വിസ്മയക്കേന യത പ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം. വേദങ്ങളെ പകുത്തവനും വേദാന്തത്തിൽ നിപുണനും ഭഗവത്ഗീത, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ മുതലായ ഉത്തമ ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണെങ്കിലും ശ്രീ വ്യാസൻ അജ്ഞാന സാഗരത്തിൽ മുഴുകി ദുഃഖിതനായിട്ടിരുന്നപ്പോൾ പണ്ട് അങ്ങ് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തുവല്ലോ. ഭാഗവത കഥാസാരമാകുന്ന ആ 4 ശ്ലോകങ്ങൾ കേട്ട ഉടനെ ശ്രീ വ്യാസന്റെ മനക്ലേശം തീർന്ന് സന്തുഷ്ടനായിട്ട് തീർന്നില്ലേ? അത്രമാത്രം മഹാത്മ്യം ഭാഗവത സാരത്തിനുണ്ട് എന്ന് അനുഭവിച്ചിട്ടുള്ള അങ്ങേക്ക് ഇത്ര സംശയമുണ്ടാകാൻ എന്താണ് കാരണം? അതുകൊണ്ടാണല്ലോ ഞങ്ങളോട് ചോദിച്ചത്. സംശയിക്കേണ്ടതില്ല. ശ്രീമദ് ഭാഗവത കഥാശ്രവണത്താൽ മാത്രം മനോദുഃഖവും ശരീരപീഡയും എല്ലാം നശിച്ച് സന്തുഷ്ടിയുണ്ടാകും. നാരദോവാച യദ്ദർശനം ജ വിനിഹന്യ ശുഭാനി സദ്യ ശ്രേയസ്തനോതി ഭവദുഃഖ ഭവാർദിതാനാം നിശേഷശേഷമുഖഗീതകഥേകപാന പ്രേമപ്രകാശ ഹൃദയേ ശരണം ഗതോസ്മി. നാരദർ പറഞ്ഞു, യാതൊരുത്തരുടെ ദർശനം സംസാര ദുഃഖമാകുന്ന കാട്ടുതീയിൽപ്പെട്ട് ദുഃഖിക്കുന്ന ജനങ്ങളുടെ എല്ലാ ശുഭങ്ങളെയും അതിവേഗം നശിപ്പിച്ച് ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കുന്നുവോ? ആദിശേഷന്റെ 1000 മുഖങ്ങളിൽ നിന്നൊഴുകുന്ന ഭഗവത് കഥാമൃതം നിരന്തരം പാനം ചെയ്ത് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നുവോ? ആ മഹാനുഭാവന്മാരായ നിങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഭക്തിയുടെ പരമപ്രകാശം ചുരിയണമേ. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ജലപദേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമതാന്ധകാര നാശം വിദായ ഹിതദോദയതേ വിവേക. അനേക ജന്മങ്ങളിൽ സമ്പാദിച്ച ഭാഗ്യത്തിന്റെ ഉദയം കൊണ്ട് ഒരുവന് സത്സംഗം ലഭിക്കുന്നു. ഉടനെ തന്നെ അവന് അജ്ഞാനഹേതുകങ്ങളായ മോഹാന്ധകാരം നശിച്ച് വിവേകം ഉദിക്കുന്നു. നിരവധി ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം ഭാഗമാകുമ്പോൾ അതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഒരാൾക്ക് സജ്ജനങ്ങളുമായി സംസർഗം ലഭിക്കും. അപ്പോൾ തന്നെ അയാൾക്ക് ആത്മസ്വരൂപത്തെ അറിയാത്ത നിമിത്തമുള്ള അജ്ഞാന അന്ധകാരം നശിച്ച് ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കും. അതാണ് വിവേകോദയം. ഇത് ശ്രീ പത്മപുരാണി ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ കുമാരനാരദ സംവാദോ നാമ ദ്വിതീയോധ്യായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 2ാം അധ്യായം സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.